പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഇങ്ങനെ ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. വൈറലായി ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്. കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് ആ നാട്ടില് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാനിങ്ങനെ കിളി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വീഡിയോ വലിയ വ്യൂവർഷിപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. കാരണം ഇതുപോലത്തെ ടോപ്പിക്ക് കാണാൻ ഇവിടെ ആൾക്കാർ കുറവാണ്. ഇവിടെ അല്ലാണ്ടുള്ള ഗോസിപ്സും അതുപോലത്തെ കാര്യങ്ങൾ കാണാനാണ് ആൾക്കാർ കൂടുതൽ. പക്ഷെ ഇതുപോലുള്ള ടോപ്പിക്ക് കാണാൻ വളരെ ആൾക്കാർ കുറവായിരിക്കും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി. എന്നാൽ അതിന്റെ പിന്നാലെ ആ പെൺകുട്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അതിനേക്കാൾ വളരെ മോശം അനുഭവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരുപാട് കേസുകൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം എന്തോ ഒരു സർവ്വസാധാരണം പോലെ, അല്ലെങ്കിൽ ബീഹാറിലും പണ്ട് അങ്ങും ഒക്കെ കേട്ടോണ്ടിരുന്ന കഥ ഇപ്പൊ കേരളത്തിലും സർവ്വസാധാരണമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾ വളരെ വൃത്തികെട്ട രീതിയിലുള്ള അനുഭവങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആമ്പിള്ളാരും ഫേസ് ചെയ്യുന്നുണ്ട്. ഭൂരിപക്ഷം ആമ്പിള്ളാരും അത് പുറത്ത് പറയാറില്ലെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്നാൽ പെൺകുട്ടികൾ പ്രതികരിക്കാറുണ്ട്, സ്പോട്ടിൽ പ്രതികരിക്കാറുണ്ട്, അലവടിച്ച് കീറാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്, അവനെ അങ്ങ് നാറ്റിക്കാറുണ്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ധന്യശ്രീ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇത്രയും വലിയൊരു തൊട്ടി അനുഭവം ഉണ്ടായിട്ട് ആ പെൺകുട്ടി അവനെ എക്സ്പോസ് ചെയ്തില്ല. ചെയ്യാത്തത് തെറ്റാണ്. അവന് കുടുംബമുണ്ട്, ഗോത്രമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ധന്യശ്രീ എന്ന് പറയുന്ന പെൺകുട്ടി കാണിച്ചിട്ടുള്ള തെറ്റാണ്. അവനെ അങ്ങ് നാട്ടുകാരുടെ മുന്നിൽ അങ്ങ് ഇട്ടുകൊടുക്കണം. അത് തന്നെയാണ് ചെയ്യാനുള്ള. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് രണ്ട് ഭാഗം സോഷ്യൽ മീഡിയക്കുണ്ട്. എന്നാൽ ഇതുപോലത്തെ നാറികളെ ഇവിടെ നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും നിയമപരമായിട്ട് ഒരു തേങ്ങയും നടക്കത്തില്ലെന്നും നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുപോലത്തെ കഴിവേറി മക്കളെ നാട്ടുകാരുടെ മുന്നിൽ അങ്ങ് എക്സ്പോസ് ചെയ്യുക. കാരണം ഇവന്റെയൊക്കെ വീട്ടിൽ പോലും ഇനി അടുപ്പിക്കാത്ത, വീട്ടിൽ പോലും കയറ്റാത്ത രീതിയിലാക്കണം. ഇവന്റെയൊക്കെ അമ്മയും പെങ്ങളും വരെ ഇവനെയൊക്കെ പേടിക്കേണ്ട രീതിയിൽ ആവണം. ആ രീതിയിൽ ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്ത് നാറ്റിക്കുക. അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഇതുപോലത്തെ കഴിവേറികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ കേസും കാര്യങ്ങളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. അത് വ്യക്തമായിട്ട് ഈ ധന്യശ്രീ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട്. ഇതിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള സംഭവം, അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ആ കുട്ടി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസ്റ്റുകളും സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ആ കൊച്ചിന്റെ അവസ്ഥ, ആ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഈ വീഡിയോയിലും ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ സ്ത്രീക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മോക്കാണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറയുമോ? ഇതുപോലെ തോന്നിവാസം പറയുമോ? ഇതെല്ലാം ആ പെൺകുട്ടി പറയുന്ന ആദ്യം കേട്ടോ, എന്നിട്ട് എനിക്ക് 10 പറയാനുള്ള എല്ലാ കാട്ടപരാധികളെയും പറ്റിയിട്ട് എനിക്ക് 10 പറയാനുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നൊരു സാധനമുണ്ട്. അതായത് പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കരുത്, അത് പെൺകുട്ടികൾക്ക് സേഫ് അല്ല. അതേപോലെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൺകുട്ടികളെ ഭയങ്കര പ്രലോഭിപ്പിക്കാൻ കാരണമാവും. നമ്മളെപ്പോഴും കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. കുറെ കേട്ടിട്ടുണ്ട്, കുറെ സ്ഥലത്തുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു. എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ട്രെയിനിൽ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി നിരങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു ഭീകര ജനത്തിരക്കോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ കുറച്ച് ആൾക്കാർ, പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പൊ സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ.
ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലോണം സൗണ്ട്, റെയിൽവേയിൽ മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആളിത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആള് ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ആളെ ഞാൻ ഇങ്ങനെ അത്രയും ഇങ്ങനെ പിടിച്ചു വെച്ചു. ആളെ പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിൽ സ്റ്റേഷന് പുറത്തേക്ക് പോയി. ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിൽക്കാമായിരുന്നു. ഞാൻ പിടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല എന്ന് അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കണം. അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു. ആള് അത്രയും സ്പീഡിൽ റെയിൽവേന്റെ പുറത്തേക്ക് പോയി. റെയിൽവേന്റെ പുറത്തേക്ക് പോയപ്പോ നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് ആളെ ഒന്ന് പിടിച്ചങ്ങ് നിർത്താ ചെയ്തത്. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പില് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയി പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാല അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവക്ക് ഗ്രാജുവലി ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു ആളെന്റെ മാല പൊട്ടിച്ചതല്ല, ആളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആള് സൈലന്റ് ആയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര നല്ല പോലീസുകാരായിരുന്നു. ആൻഡ് അവര് പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി എന്തായാലും വന്ന് എഴുതിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ പരാതി എഴുതാൻ അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതിയിട്ട് അപ്പൊ ആളോടൊന്ന് പറയുന്നുണ്ട് ഞാനല്ല പിടിച്ചത്, ഞാനല്ല എനിക്ക് അത്ര ഉറപ്പാണ്. കാരണം ആളുടെ കൈ ഞാൻ കണ്ടതാണ്. ആളെന്നെ പിടിച്ചപ്പോ തന്നെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പൊ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇത്രയും ആള് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ മുഖത്തേക്ക് പോലും തീരെ നോക്കില്ല. കാരണം കാണുന്ന തന്നെ ഇതാണ്. ആളൊരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ആള് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര മാന്യനായി അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ആള് ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി. ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കളറിഞ്ഞ ഇത് ഭയങ്കര സഹിക്കൂല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് പ്ലീസ് എടോ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് ആളോട് പറഞ്ഞു, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കുക? ഞാൻ അത്ര ഇതായിട്ട് ചോദിച്ചത്, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചേ. കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് എന്താണെന്ന് അറിയോ? ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ്, അതും സമയം 3:30, വൈകുന്നേരം 3:30, ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്. സമയം 3:30 ഈ ജേഴ്സി ഇട്ടിച്ചാണ് ഞാൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ് ആളെയും കൂട്ടിയിട്ട് എന്താ പറയാ സൗത്ത് റെയിൽവേക്ക് പോയപ്പോ തന്നെ അവർ പറഞ്ഞു പരാതി ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട്. അങ്ങനെ പരാതി എഴുതി എന്റെ കംപ്ലൈന്റ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്റെ മൊഴി എടുത്തു. അങ്ങനെ കംപ്ലൈന്റ് ഇതാക്കി. അപ്പൊ ആള് പറഞ്ഞു അതായത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇങ്ങനെ റിമാൻഡിൽ പോണ ഒരു കേസാണ്. സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എന്നെ പിടിച്ചതിനേക്കാളും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്, ഇന്ന് എന്നെ പിടിച്ചിട്ട് ഞാൻ അയാളെ വെറുതെ വിട്ടാൽ അയാൾക്ക് ശിക്ഷ കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ഇന്ന് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ കുറ്റബോധം എനിക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം ഞാൻ ഒരാള് മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെ ഒരാള് രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അത് മാത്രല്ല, ഞാൻ ഇന്ന് സൗണ്ട് റേസ് ചെയ്തിട്ട് അയാൾ റിമാൻഡിൽ പോയിട്ട് നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ നന്നാവുകയാണെങ്കിൽ നാളെ ഒരു പെൺകുട്ടിയെങ്കിലും അത് കാരണം രക്ഷപ്പെടും. ഇത് ആളുടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇതിനു മുന്നേ ആള് ആരെങ്കിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ആരും ചിലപ്പം ഒന്നും പറയാത്തത് കൊണ്ടോ പേടിച്ചിട്ട് പറയാത്തത് കൊണ്ടോ, ഞാൻ അങ്ങനെ പറയുള്ളൂ, പേടിച്ചിട്ട് പറയാത്തത് കൊണ്ടോ ആയതുകൊണ്ടാവും ആള് ചിലപ്പോൾ രക്ഷപ്പെട്ട് ഇവിടം വരെ നിന്നത്. ഇന്ന് ഞാൻ സൗണ്ട് റേസ് ചെയ്യുന്ന ആള് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ സൗണ്ട് റേസ് ചെയ്ത മൂലം എന്തായാലും നാളെ തന്നെ അയാൾ വേറൊരു പെൺകുട്ടീനെ ഇതേപോലെ പിടിക്കാൻ നിൽക്കൂല. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. അങ്ങനെ ആളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ആ റെയിൽവേയില് എന്റെ ഒരാളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റെയിൽവേയില്. കാരണം
ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല. ഞാൻ ചിലപ്പോ ഉറങ്ങൂലായിരുന്നു. അത് എനിക്കൊരു സ്റ്റിൽ എനിക്കതൊരു ട്രോമയാണ്. പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചിലപ്പോൾ നീങ്ങി പോവായിരുന്നു. എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയാണ്. ഈ ഒരു ഇഷ്യൂല് അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഇപ്പൊ എനിക്ക് സാക്ഷി നിന്ന ആൾക്കാരാണെങ്കിലും ലൈക്ക് അവർക്ക് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ലിറ്ററലി ഒരു ട്രോമറ്റൈസ്ഡ് രീതിയിലേക്കാണ് ഞാൻ പോയത്. ബിക്കോസ് ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഒരാള് ഒരു ഓപ്പോസിറ്റ് സെക്സ് എന്റെ അടുത്തേക്ക് വരുമ്പോ പോലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാവാം. എനിക്കറിയില്ല. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഏതൊരു ആൺകുട്ടി വന്നാലും ഏതൊരു മെയിൽ ക്യാരക്ടർ എന്റെ മുമ്പിലേക്ക് വന്നാലും ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ട്രോമ ഉണ്ടാവാൻ അറിയില്ല. ചിലപ്പം കാണുന്നതൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു ലൈക്ക് ഒരു ബാക്കിലേക്ക് പോവാ പറയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ. എനിക്കറിയില്ല എത്ര ഗേൾസിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മളെ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത്. എനിക്കതാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ രക്ഷപ്പെടരുത്. നാളെ ഇതിന്റെ ബേസിൽ അയാള് എങ്ങനെ പ്രതികരിക്കും എന്ന് വിചാരിച്ചിട്ടോ അയാൾ എന്തോ ചെയ്തോട്ടെ, നാളെ ഇതിന്റെ ബേസിൽ ഇതിന്റെ എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും ഫേസ് ചെയ്യേണ്ടത് ഞാനാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ട്. ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ അയാൾ അടുത്ത ആൾക്കാർ പിടിച്ചത് എന്നുള്ള സാധനം. ആ സാധനം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ പെൺകുട്ടി ചെയ്ത ഒരു കാര്യം മിസ്റ്റേക്കാണ്, തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവന്റെ ആ നാറിയുടെ ഫേസ് കാണിക്കണം. എന്തിനാണ്? അവന് കുടുംബവും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവന് ഇമാതിരി തൊട്ടിത്തനം ചെയ്തിട്ട് അവനെ സേഫ് ചെയ്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ഒരിക്കലും എന്റെ പൊന്നോളെ ഇത് ചെയ്യാൻ പാടില്ല. അവനെ എക്സ്പോസ് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഇവനെ പോലുള്ള നാറികളെ ഇവന്റെയൊക്കെ വീട്ടുകാരറിയണം. ഇങ്ങനെയുള്ള കഴുപ്പണം കെട്ടവന്മാരാണ്, ഇങ്ങനെ നടയിൽ അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ്. സ്വന്തം അമ്മയും പെങ്ങളും അടക്കം അവന്റെ അടുത്ത് സേഫ് അല്ല എന്നുള്ള ഒരു കാര്യം അവന്റെ കുടുംബക്കാരും നാട്ടുകാരും അടക്കം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു നാറി ഇന്ന് അവനെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ചിലപ്പോൾ പോയി സ്വയം തീരും. അങ്ങ് തീർന്നത് നല്ലതാ, അങ്ങ് തീരട്ടെന്ന് വെക്കണം. അങ്ങനെയൊന്നും ചെയ്യൂല ഇതുപോലത്തെ കഴുപ്പണം കെട്ടവന്മാർ. ഇതൊന്നും ഇവന്റെ ആദ്യത്തെ പിടിയൊന്നും അല്ല. ഇതൊക്കെ പല പെൺകുട്ടികളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എല്ലാത്തിനും രക്ഷപ്പെട്ട് അവസാനം ഇവിടെയാണ് അവൻ പെട്ടത്. ഇവനെ പോലുള്ള നാറി എക്സ്പോസ് ചെയ്യണം. എന്റെ പൊന്നുമോളെ നിനക്ക് പറ്റുവാണെങ്കിൽ ആ വീഡിയോ അവന്റെ ഫേസ് ബ്ലർ ചെയ്യാതെ എടുത്തു പുറത്തു വിടും. എനിക്കത് പറയാനുള്ളൂ. അതാണ് മെയിനായിട്ട് ഈ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. അവനെ പോലുള്ള നാറികളെ എക്സ്പോസ് ചെയ്യണം. ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിൽ നല്ല അടുത്ത മുഖവും മൂടി ഇട്ടും കൊണ്ട് നടക്കുന്നത്? ഇവന്റെയൊക്കെ മക്കളുണ്ടെങ്കിൽ ആ മക്കളടക്കം മനസ്സിലാക്കണം സ്വന്തം അപ്പന്റെ അടുത്ത് സേഫ് അല്ലെന്ന്. ഇവന്റെയൊക്കെ വീട്ടുകാർ മനസ്സിലാക്കണം. ഇവന്റെയൊക്കെ അമ്മയും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഒരു ലേഡിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറി ഒരുത്തൻ പിടിച്ചെന്ന് പറഞ്ഞപ്പം മാലയൊന്നും പോയില്ലല്ലോ എന്ന്. സ്വർണത്തിന് നല്ല തങ്കമാന വില കൊടുക്കുന്ന ഏതോ ആന്റിയാണത്. ആന്റി ഈ വീഡിയോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ മോളെയോ നിങ്ങളുടെ ആരെങ്കിലും കയറി ഇതുപോലെ പിടിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടോ എന്ന്. നിങ്ങളുടെ മാലയായിരിക്കും നിങ്ങൾ ആദ്യം തന്നെ നോക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മോളുണ്ടെങ്കിൽ ആ മോളെ കയറി പിടിക്കണം ആരെങ്കിലും ഇതുപോലെ. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ആ മകളുടെ കരച്ചിലും ആ മകളുടെ വിഷമവും കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാണ്ട് മറ്റൊരു പെൺകുട്ടിക്ക് ഇതേ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, ആ മൈൻഡിലായിരിക്കും. ഇനി ഇതിന് ശേഷം അതിനേക്കാൾ തൊട്ടിയ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഒരു കേസ് കൊടുക്കാൻ പോയപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ആ കളറും ഡ്രസ്സ് ഏതാണെന്നൊക്കെ ചോദിച്ച് ഈ പെൺകുട്ടിയുടെ അടുത്ത് എനിക്കത് മനസ്സിലായില്ല. എന്താണ് അവിടെ ഉദ്ദേശിച്ച കാര്യമൊന്നും. എനിക്കത് എന്തിനാണ് ആ ഒരു കാര്യം പോലീസുകാർ ചോദിച്ചതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് അത് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡ്രസ്സാണോ പ്രശ്നം? കുട്ടി ഇട്ടിരുന്ന ഡ്രസ്സാണോ പ്രശ്നം? അറിയാൻ പാടില്ലേ? എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്ത് ഈരവത്താണ് നടക്കുന്നത് ഈ നാട്ടിൽ. നാട് നശിച്ചു കുട്ടിച്ചോറാവണം. ബീഹാറും അങ്ങ് ആന്ധ്രാപ്രദേശും പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളം, അല്ലേ? ഇവിടെ ഓരോ തലതെറിച്ചന്മാർ ഓരോ കഴിപ്പണം കെട്ട പരിപാടികൾ ചെയ്തിട്ട് തക്കതായ ശിക്ഷകൾ കൊടുക്കുന്നില്ല. അവന് എതിരെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇനി കോടതി കയറി നടക്കേണ്ടി വരും എന്നുള്ളൊരു സൂചന പോലീസുകാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പോലീസുകാരല്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ഇത്രയും വലിയൊരു ട്രോമ ആ പെൺകുട്ടിക്ക് ഉണ്ടായി. ആ പെൺകുട്ടി വന്ന് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് ഒരു പരാതി തരുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചോദിക്കുകയാണ് ഏതാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എഴുതിയ പോലീസുകാരൻ അല്ലെങ്കിൽ ചോദിച്ച പോലീസുകാരൻ്റെയോടാണ്
നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ പെരുമാറും, ഇതുപോലെ തന്നെ ചോദിക്കും. ആലോചിക്കും. തോന്നിവാസങ്ങൾ ആവരുത്. ആ നാറിയെ ചവിട്ടിക്കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നാട്ടുകാർ എന്തിനാടാ വായുമ്പളം നിൽക്കുന്നത്? ഇവനൊക്കെ അങ്ങ് മൊത്തത്തിൽ കയറി അടിക്കണം. അപ്പോൾ ആർക്കും കേസില്ല, ആരും നോക്കിക്കില്ല. മൊത്തത്തിൽ കയറി ചവിട്ടി ചാമ്പി വിട്ടോണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും പെൺകുട്ടി ബാക്കി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോ. കൊറേ ആൾക്കാര് എനിക്ക് മെസ്സേജ് അയക്കണതാണ്, അയാളുടെ ഫേസ് റിവീൽ ചെയ്യ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടോ. നിങ്ങളെ വീട്ടിലെ ഒരാള്, ഒരു അച്ഛനോ ചേട്ടനോ ആരെങ്കിലും ഒരാള് ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്, ആ വീഡിയോ വൈറലായി, ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്. കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് ആ നാട്ടില് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. എന്താ ചെയ്യാ? നമ്മളിപ്പം ആവേശത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ അത് ഭയങ്കര എക്സ്ട്രീം വേറെ കുറെ പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാവും. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളെ സ്വന്തം അച്ഛനോ ഏട്ടനോ ആരെങ്കിലും ഒരാള് ഇങ്ങനെ കയറി പിടിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിൽ നടക്കാൻ പറ്റണില്ല, ക്ലാസ് പോകാൻ പറ്റണില്ല. അപ്പോഴൊക്കെ നിങ്ങൾ ആൾക്കാർ പുച്ഛിക്കാണ്. അതായത് ഇവളച്ഛൻ അല്ലെങ്കിൽ ഇവന്റെ അച്ഛനാണ് ഇങ്ങനെ കയറി പിടിച്ചത്, അല്ലെങ്കിൽ ഇവളെ ഏട്ടൻ ഇങ്ങനെ കയറി പിടിച്ചാണ്, അപ്പൊ ഇവളെയും അങ്ങനെ. ആ സാധനം ഉണ്ടല്ലോ, നമ്മള് ഈ വീഡിയോ ഇപ്പൊ ഞാൻ ഇയാളുടെ മുഖം എക്സ്പോസ് ചെയ്ത് കാണിച്ചാലും ഇയാള് നന്നാവൂല. അതാണ് ഇതിന്റെ ഒരു വേറെ രസം. ഇയാൾക്ക് ശിക്ഷ കിട്ടിയാലും ഇയാള് നന്നാവൂല. ഇയാളെ വീട് ഞാൻ എക്സ്പോസ് ചെയ്ത് ഇയാളെ വീട്ടുകാരൊക്കെ ഇയാളെ ഉപേക്ഷിച്ചാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാളെ വീട്ടുകാർ ഫുള്ളി ഇയാളെ ഉപേക്ഷിച്ച് ഇയാള് നന്നാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും നന്നാവാത്ത ചില ആൾക്കാരാണ് ഇതൊക്കെ. ഒരിക്കലും നന്നാവൂല. നന്നായിട്ടുണ്ടെങ്കിൽ 1 or 2 ആൾക്കാരുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരുടെ ഈ ഒരു ഞരമ്പിന്റെ ഒരു അസുഖം തീരെ പോവാത്ത തരം ആൾക്കാരാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ, ഇവിടെ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് ഇവിടെ ചെയ്യാൻ ഇത്രക്കേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ എനിക്ക് എന്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന FIR ഇട ആളെ, ഇത് നോൺ ബെയിലബിൾ കേസാണ്, ആൾക്ക് ജാമ്യം കിട്ടൂല, ആളെ ഇതാക്കുക, കുറച്ചാള് കിടക്കട്ടെ, കുറച്ച് നാൾ അയാൾ ആരെങ്കിലും പിടിക്കാതിരിക്കട്ടെ, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ. കുറച്ച് നാളത്തേക്ക് കുറച്ച് പെൺകുട്ടികൾക്ക് ഒരു മോക്ഷം കിട്ടും. നാളെ ഞാൻ ഇയാളുടെ വീഡിയോ റിവീൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ടും ഒരു പെൺകുട്ടിയും എനിക്ക് ഇയാളുടെ മുഖം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല. പക്ഷെ ഞാനൊരു വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം വേറൊരു പെൺകുട്ടിക്ക് ഇയാളുടെ മുഖം എപ്പോഴും ഓർത്തോണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ കേരളത്തിൽ ജീവിക്കുന്നതിന്റെ വേറൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ആ കംപ്ലൈന്റില് എഴുതി കൊടുത്ത കംപ്ലൈന്റില് എന്റെ ഡ്രസ്സിങ്ങിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ സീരിയസ്ലി ഞാൻ ആലോചിച്ച്, ഞാനൊരു സ്ലീവ്ലെസ് ടോപ്പോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാൻ ഇടുകയാണെന്ന് വിചാരിക്ക്, കുറച്ച് നല്ല എനിക്ക് എന്റെ കുറച്ച് ബോഡീസ് കുറച്ച്, ഇപ്പം ജേഴ്സി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനല്ലോ, ടീഷർട്ടാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ കുറച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ഞാൻ എക്സ്പോസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കറിയില്ല, ഇപ്പൊ നിങ്ങൾ ഞാൻ സംസാരിക്കുന്ന രീതിയെ നിങ്ങൾ ജഡ്ജ് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കണേ. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കൊച്ചിയിൽ പോവാണെന്ന് വിചാരിക്കുക, ഒന്നും വേണ്ട, ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടിട്ട് ഞാൻ കൊച്ചിയിൽ ഉണ്ടായതാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ മൊത്തം എനിക്കെതിരെ തിരിയും. പോയിന്റില് ആൾക്കാർ എന്നോട് പറയാൻ തുടങ്ങും, ഇവള് അങ്ങനെയൊക്കെ ഇട്ട് വന്നിട്ടല്ലേ, ഇവള് കാണിക്കാൻ വേണ്ടി ഇട്ട് നടന്നാ പിന്നെ ആർക്കാണെങ്കിലും ഇതാവൂലേ, ആണുങ്ങളല്ലേ കാണിക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളൊന്ന് കയറി പിടിച്ചു എന്നൊക്കെ വരുന്നു. ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിലാണ്. ഞാൻ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്കിപ്പോ ഒരു വീഡിയോയില് പോലും ഞാൻ ഇട്ട ടീഷർട്ട് പറയേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ എഴുതിയ കംപ്ലൈന്റില് ഞാൻ ഇട്ട ഡ്രസ്സ് ജീനും ടീഷർട്ടും ആണ് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ, കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി അത് പറയേണ്ട ഒരു അവസ്ഥ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. ആ കാര്യത്തിലോട്ട് വരാം. ആദ്യം മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ ഫേസ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കുടുംബക്കാര് നാറും, അവന്റെ വീട്ടുകാര് നാറണം. അവന്റെ വീട്ടുകാരൻ നാറി അവര് നത്തം കൊട്ടണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവൻ നാറി ഇവന്റെ തനിക്കുണം അവന്റെ വീട്ടുകാരടക്കം മനസ്സിലാക്കണം. പിന്നെ അവന്റെ വീട്ടുകാരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പടി അടച്ച് പിണ്ടം വെച്ചോണം. എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ അപ്പനോ എന്റെ സഹോദരനോ നാളെ എനിക്ക് കൊച്ചുണ്ടായി എന്റെ മോനോ ഇങ്ങനത്തെ തോന്നിവാസം ചെയ്തിട്ട് പിന്നെ പഠിക്കാത്ത കയറാൻ പറ്റില്ല, ഞാൻ കേറ്റത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണ് കേട്ടത്തില്ല. ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്തിട്ട് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അത് അപ്പനായിക്കോട്ടെ, മകനായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, ആരായാലും പിന്നെ ഞാൻ അട്ടിപ്പിക്കത്തില്ല. ഇമാതിരി തന്തയില്ലാത്ത പരിപാടിയും ചെയ്തും കൊണ്ട് പിന്നെയും പഠിക്കാത്ത കയറാൻ പറ്റത്തില്ല.
അത് ഒറ്റ പോയിന്റ് ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കും. പക്ഷെ അവർ ചെയ്യത്തില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടി എനിക്കുണ്ട്. മനസ്സിലായോ? അതാണ് നമ്മുടെയൊക്കെ ക്യാരക്ടർ. അല്ലാണ്ട് ഇതുപോലെ ചെയ്യുന്ന തോന്നിവാസികളെ എക്സ്പോസ് ചെയ്യണം. എന്തിനാണ് മറച്ചു വെക്കുന്നത്? അവന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ നാണം കെടുത്തും അല്ലെങ്കിൽ നാണം കെടും എന്നുള്ള ചിന്താഗതി വെച്ചിട്ട് പെരുമാറുകയാണെങ്കിൽ എന്റെ പൊന്നുമോളെ നീ കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അവന്റെ വീട്ടുകാർക്കൊക്കെ മോശമാവും, അവന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അവർക്കൊക്കെ എന്ത് തോന്നും, അവരൊക്കെ എന്ത് വിചാരിക്കും, ഇവർ നീ റിമാൻഡിൽ പോയി അറസ്റ്റില് അകത്തായി കഴിഞ്ഞാൽ വിഷയാവൂലേ എന്നെല്ലാം ചിന്തിക്കേണ്ടി വരും. എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ. എക്സ്പോസ് ചെയ്യേണ്ടവനെ എക്സ്പോസ് ചെയ്യണം, കാണിക്കണം, അവനെ നാട്ടുകാരെ കാണിച്ചു കൊടുക്കണം. ഇവനൊക്കെ എന്തിനാണ്? അവന്റെയൊക്കെ നാട്ടുകാരെ അറിയണം. കാരണം നാളെ ഇവന്റെ വീട്ടുകാർ പോലും ഇവനെ അടുപ്പിക്കരുത്, ഇവനെ വീട്ടിൽ പോലും കയറ്റരുത്. ആ രീതിയിലാക്കണം. ഇവന്റെ നാട്ടുകാർ പോലും അടുപ്പിക്കരുത്. നാളെ ഈ പറഞ്ഞതുപോലെ ഈ സമൂഹം ആ വീട്ടുകാരെ എനിക്ക് ചെളിവാരി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അടിച്ചാൽ കൂടി അത് ആ വീട്ടുകാർ ഫേസ് ചെയ്തിട്ട് അതിനുള്ള മറുപടി തക്കതായ രീതിയിൽ കൊടുക്കണം. ആ നാറെ അടുപ്പിക്കൂല, അവനുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ നല്ല മറുപടി ചാനായിട്ടൊന്ന് കൊടുക്കണം. ആ നാറെ അടുപ്പിക്കരുത്. പിന്നെ പട്ടിയടച്ച് പിണ്ടം വയ്ക്കണം, അടുപ്പിക്കരുത്. അല്ലാണ്ട് അതില് കോംപ്രമൈസ് ഒന്നും വേണ്ട, ഒരു കോംപ്രമൈസും വേണ്ട. എക്സ്പോസ് ചെയ്യേണ്ടവനെ എക്സ്പോസ് തന്നെ ചെയ്യണം. അതുപോലെ പോലീസ് സ്റ്റേഷനിലെ കേസ്, എന്റെ പൊന്നു സാറന്മാരെ, ഇട്ടിരിക്കുന്ന ഷെട്ടിയുടെ കളറും കൂടി സാറന്മാർക്കൊന്ന് എഴുതി തരാം, കേസ് കുറച്ചുകൂടി ബലപ്പിക്കാനായിട്ട്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്നാ പറയാനാ? ഇതൊക്കെയാണോ ഇവിടെ? എന്റെ പൊന്നടാവേ, കഷ്ടം. കണ്ടിട്ട് പുച്ഛം തോന്നുന്നു, വെറും പുച്ഛം തോന്നുന്നു. സാറന്മാരെ മകൾക്കാണ് ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഇട്ടിരിക്കുന്ന ഡ്രസ്സേ അത് കളറായിരുന്നൊക്കെ ചോദിച്ച് എഴുതി വയ്ക്കുമോ? എന്തിനാണ് എഴുതി? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അയ്യോ, വല്ലാത്ത അവസ്ഥ. ഒരു പെണ്ണിന് ഒരു മോശം അനുഭവം ഉണ്ടായി, അതും വളരെ ചീപ്പായിട്ടുള്ള ഒരു മോശം അനുഭവം ഉണ്ടായി. അവൾ ആ ഒരു ട്രോമയിൽ നിൽക്കുന്ന സമയത്ത് അവളടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്, ഉത്തരങ്ങൾ അടി പൊളി, ഒന്നും പറയാനില്ല. ഒരു ബിഗ് സല്യൂട്ട് മലത്തി അടിച്ചു തരുമായിരുന്നു ഇങ്ങനെയാണെങ്കിൽ. ഒന്നിക്കലും നിങ്ങൾ കേറി പിടിച്ച ആളെ നിങ്ങൾ തല്ലിക്കൊല്ല്, ഒന്നിക്കലും അത് ചെയ്യും. അല്ലെങ്കിൽ അയാളെ 2, 3, 4 അടി അടിച്ചിട്ട് അയാൾ പോയി കഴിഞ്ഞാണ്ടല്ലോ, പിടിച്ച ഓന് ആ അടീന്റെ വേദന കുറച്ച് കഴിയുമ്പോ മാറും. പക്ഷെ കൊണ്ടാക്ക് ആ വേദന മാറൂല. അത് എനിക്കറിയില്ല. ഞാൻ സീരിയസ്ലി പറയാണ്, പെൺകുട്ടികളോട് ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാ കേസല്ലേ, ഇനിയിപ്പൊ അതെനിക്ക് ഭയങ്കര ഒന്നും ആവാൻ പോണില്ല. ഇനി ആയാലും ഇപ്പോ എന്ത് സംഭവിക്കാനാണ്? ഇനി എന്ത് സംഭവിച്ചാലും ഇത്ര ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ആ സാധനത്തിന് അങ്ങനെ ഇത്രയും കാണേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ സൗദിയിലുള്ള പോലത്തെ നിയമം ഇവിടെ വരുന്നില്ല? എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് കൊണ്ടുവരുന്നോന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നവർ ശിക്ഷിക്കാനായിട്ടുള്ള നിയമം എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നില്ല? കുറച്ചു ദിവസം അകത്ത് കൊണ്ടുപോയിട്ട് പോറ്റി വളർത്തി തിരിച്ച് പുറത്തിറക്കി അതിനേക്കാളും ചെറ്റയായിട്ട് പുറത്തിറക്കി വിടാൻ മാത്രം കഴിയുന്ന നിയമമായി എന്തുകൊണ്ട് ഇവിടെ മാറുന്നു? എന്തുകൊണ്ട് സൗദി പോലുള്ള രാജ്യങ്ങളിലുള്ള നിയമം ഇവിടെ കൊണ്ടുവരുന്നില്ല? ഇവനെയൊക്കെ എന്തിനാണ് കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുന്ന? സ്പോട്ടിൽ തീർത്ത് കളയണം. ഒരു കോംപ്രമൈസും വേണ്ട. തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഇമാതിരി തന്തയില്ലാത്ത പരിപാടി ചെയ്ത് കഴിഞ്ഞെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ തീർത്ത് കളയണം. പിന്നെ അവിടെ നോ കോംപ്രമൈസ്. എന്തുകൊണ്ട് സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല? ഒരു കാലത്ത് നടന്നിരുന്നു, എന്നാൽ ഇപ്പൊ നടക്കുന്നില്ല. എന്തുകൊണ്ട് ചിന്തിക്ക്. അവിടെ അത്രയും നിയമം സ്ട്രോങ് ആയതുകൊണ്ടും ഇവിടെ ഇത്രയും അഴിഞ്ഞാട്ടത്തിലൂടെ നിയമം നടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒന്നും സ്ട്രോങ് അല്ല. ഇവിടെ സ്ട്രോങ് ആവും പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരൻ ഉള്ള നിയമം മാത്രം സ്ട്രോങ്. അല്ലാണ്ട് പോക്കൃത്തനവും തന്തയില്ലാത്തനവും ചെയ്യുന്നവനെ ശിക്ഷിക്കാൻ ഇവിടെ ഒരു നിയമവും ഇല്ല, ഒരു നിയമത്തിനും കഴിയത്തുമില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആ കൊച്ചിന്റെ അവസ്ഥ കാണുമ്പോൾ പാവം തോന്നുന്നു. എന്റെ പൊന്നുമോളെ, നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് ബോധ്യമുള്ള സ്ഥിതിക്ക് ഇതുപോലത്തെ നാറുകളെ എക്സ്പോസ് ചെയ്യണം. അവന്റെ വീട്ടുകാരും നാട്ടുകാരും അവനെ അടുപ്പിക്കരുത്. ആ രീതിയിൽ അവൻ നാറണം. എന്തിനാണ് ഇവനെയൊക്കെ മറച്ചു വെക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. നാളെ ഞാൻ ഇമാതിരി ചെറ്റത്തനം ചെയ്താൽ എന്നെ എക്സ്പോസ് ചെയ്യണം. പക്ഷെ ഞാനത് ചെയ്യില്ല എന്ന് എനിക്ക് ചങ്കി തൊട്ട് പറയാൻ പറ്റും. ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊടില്ല എന്ന് എനിക്ക് എന്റെ ചങ്കി തൊട്ട് പറയാൻ പറ്റും. അങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കുന്ന രീതിയിലാവണം. അല്ലാണ്ട് ഇമാതിരി പരിപാടി കാണിക്കണവനെയൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, തീർത്ത് കളയണം. നാളെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമവും വേദനയും മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ആ പെൺകുട്ടി ഏതോ പെൺകുട്ടി അവള് വന്നിരുന്ന് പറയുന്നു, നമുക്ക് കുറച്ച് ലൈക്ക് അടിക്കാം, കമന്റ് അടിക്കാം, കുറച്ച് സപ്പോർട്ട് കൊടുക്കാം, തീർന്ന് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ. അവളുടെ ജീവിതത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ഇതൊരു ട്രോമ തന്നെയാണ്. അത് നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ അമ്മയ്ക്കോ മക്കൾക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം മനസ്സിലാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതെല്ലാം നമുക്ക് കഥകൾ മാത്രമാണ്, കണ്ടിരിക്കാനുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ, ന്യൂസുകൾ.
ഇത്ര മാത്രമേ ഉള്ളൂ. നിയമം അതിന് പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് സ്ട്രോങ് ആവാൻ നോക്ക്. അല്ലാണ്ട് ഇവിടെ തേങ്ങ നടക്കാൻ പോകുന്നില്ല. പുതിയൊരു വീഡിയോ